എടാ നീ റീലൊന്നും നോക്കിയേ. നീ എന്താ മൂഡ് ഓഫ് ആയിരിക്കുവാണോ? ഒരു ഹാപ്പി അല്ലാത്ത പോലെ തോന്നി എനിക്ക്. എനിക്കറിയത്തില്ല, എനിക്കൊരു സന്തോഷം കിട്ടുന്നില്ല. അപ്പോൾ എന്തെങ്കിലാവട്ടെ. അയ്യോ ഒരു കോൾ വരുന്നേ, സോറി. ഹലോ, ഞാൻ ഫ്രീയാ. ഇപ്പോൾ ആണോ? ഇപ്പോൾ ഇറങ്ങണോ? ഇറങ്ങിയേക്കാം. ഇല്ല, ഞാൻ നടന്നൊന്നുമല്ല, ഇവിടെ അടുത്തല്ലേ. ശരി ശരി. ശരി, ഞാൻ വരും. ഞാൻ ഇപ്പം തന്നെ ഇറങ്ങും. ഓക്കെ ബൈ. എവിടെ പോവാ? ഞാൻ ചാപ്പിലി പോവാ. നീ വരുന്നോ? ഞാൻ വരുന്നില്ല. അതെന്താ നീ വരുന്നില്ലാത്തേ? ഇല്ല, എനിക്കവിടെ വന്നിട്ട് ഒന്നും ചെയ്യാനില്ല. അതായത് ഞാനൊക്കെ എന്ന് വെച്ചാൽ കുറേ പാപമൊക്കെ ചെയ്ത് ഇനി ഞാനവിടെ നിന്നിട്ടൊരു കാര്യമില്ല. അതാണ്. അതൊന്നും സാരമില്ല, നീ ചാപ്പലിലേക്കല്ലേ. ഇല്ല, നിനക്കറിയത്തില്ലല്ലോ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടില്ലെന്ന് അറിയില്ല. അതെനിക്ക്. നീ ബാർട്ടലോ ലോങ്കോനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. കേട്ടിട്ടില്ല? എന്നാ ഞാൻ പറഞ്ഞുതരാം. നീ ബാർട്ടോലോ ലോങ്കോ ഒരു ഇറ്റാലിയൻ അഭിഭാഷകനായിരുന്നു. ഇറ്റലിയിൽ ബ്രിൻഡീസിന് സമീപമുള്ള ലാറ്റിയാനോ എന്ന ദേശത്ത് 1841 ഫെബ്രുവരി 10 ഒരു സമ്പന്ന കത്തോലിക്ക കുടുംബത്തിലാണ് ബാർട്ടോലോ ലോങ്കോ ജനിച്ചത്. ഒരു അഭിഭാഷകനാകാൻ ആഗ്രഹിച്ച് ലോങ്കോ 1861 നിയമ പഠനത്തിനായി നേപ്പിൾസ് സർവകലാശാലയിൽ ചേർന്നു. ആ കാലഘട്ടത്തിലാണ് ആത്മീയതയും നിഗൂഢതയും വർദ്ധിച്ചു വന്നത്. നേപ്പിൾസ് സർവകലാശാലയിലെ നിരവധി വിദ്യാർത്ഥികൾ മന്ത്രവാദത്തിൽ വിശ്വസിക്കുകയും പരിശീലിക്കുകയും ചെയ്തിരുന്നു. ആ കൂട്ടത്തിൽ ലോങ്കോയും ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം ഒരു സാത്താനിക് പുരോഹിതനായി നിയമിക്കപ്പെട്ടു. തുടർന്നുള്ള വർഷങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം വിഷാദം, അസ്വസ്ഥത, ആശയക്കുഴപ്പം എന്നിവ കൊണ്ട് നിറഞ്ഞു. ഇതിൽ നിന്ന് മോചനം നേടാൻ അദ്ദേഹം തൻ്റെ സുഹൃത്തിനെ സമീപിക്കുന്നു. സുഹൃത്ത് അദ്ദേഹത്തെ ആൽബർട്ടോ റാഡറ്റ് എന്ന ഒരു കത്തോലിക്ക പുരോഹിതനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അദ്ദേഹം കന്യകാമറിയത്തോടും ജപമാലയോടുമുള്ള ഭക്തിയിലേക്ക് ലോങ്കോയെ നയിച്ചു. അങ്ങനെ ലോങ്കോ സാത്താനിസം ഉപേക്ഷിക്കുകയും കത്തോലിക്കനാവുകയും ചെയ്തു. പിന്നീട് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അനാഥരായ കുട്ടികളെയും തടവുകാരുടെ കുട്ടികളെയും പരിചരിച്ചു പോന്നു. തൻ്റെ വീഴ്ചയിൽ നിന്ന് കൈപിടിച്ചുയർത്തിയത് മാതാവിൻ്റെ മാധ്യസ്ഥമാണെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് 1926 ഒക്ടോബർ 5 85-ാം വയസ്സിൽ മരിക്കുന്നത് വരെ ലോങ്കോ ജപമാല പ്രചാരം തുടർന്നു. കന്യകാമറിയത്തോടുള്ള ഭക്തിയും ജപമാല പ്രചരിക്കുന്നതിനുള്ള തീക്ഷ്ണതയും അദ്ദേഹത്തിന് ജപമാലയുടെ അപ്പസ്തോലൻ എന്ന വിശേഷണം നേടിക്കൊടുത്തു.